ബി.ജെ.പി. സംസ്ഥാന പരിസ്ഥിതി സെൽ കൺവീനറായി എം.എൻ. ജയചന്ദ്രനെ പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനം ശക്തം. ബി.ജെ.പി. അനുകൂല സോഷ്യൽ മീഡിയ പേജുകൾ ഉൾപ്പെടെ എം.എൻ. ജയചന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ്. ആനപരിപാലനവുമായി ബന്ധപ്പെട്ട ജയചന്ദ്രന്റെ ഹർജി ഉയർത്തിക്കാട്ടിയാണ് വിമർശനം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് ജയചന്ദ്രനെതിരായ പ്രശ്നം? ഹാഷ്മി, ഈ പൂരം കലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് എൽ.ഡി.എഫും യു.ഡി.എഫും. അതിനിടയിലാണ് ഈ ആനപരിപാലനവുമായി ബന്ധപ്പെട്ട ഹർജികൾ നൽകിയ എം.എൻ. ജയചന്ദ്രനെ ബി.ജെ.പിയുടെ പരിസ്ഥിതി സെല്ലിന്റെ കൺവീനറാക്കി ബി.ജെ.പി. കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് വലിയ കടുത്ത വിമർശനങ്ങൾ ഉയരാൻ ഇടയാക്കുന്നത്. തൃശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിച്ചയാളെയാണ് ബി.ജെ.പി. ഇത്തരത്തിൽ സെൽ കൺവീനറാക്കി കൊണ്ടുവന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത്. 2017 പൂരം വലിയ പ്രതിസന്ധിയിലേക്ക് പോയ കാലമുണ്ട്. അതായത് ഈ ആനപരിപാലന ചട്ടമടക്കം കൊണ്ടുവന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം പോലും പൂരം വലിയ പ്രതിസന്ധിയിലേക്ക് പോയതാണ്. ഈ ആനകളുടെ ദൂരപരിധി ഒക്കെ സംബന്ധിച്ച് ഇതിലെല്ലാം തന്നെ ഈ ഹർജിക്കാരനായി ജയചന്ദ്രൻ എത്തി എന്നുള്ളത് തിരുവമ്പാടിയും പാറമേക്കാവും എല്ലാം വിമർശനമായി ഉന്നയിച്ചതാണ്. അതിനിടയിലാണ് ആ ഹർജിക്കെല്ലാം നേതൃത്വം കൊടുത്ത ജയചന്ദ്രനെ ഇപ്പോൾ ബി.ജെ.പിയുടെ സെൽ കൺവീനറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് വലിയ വിമർശനം ഉയർന്നത്. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി നിന്ന സമയത്ത് മാറ്റി നിർത്തിയ ആളാണ് ഈ ജയചന്ദ്രൻ. ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളതിനാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ കൺവീനറായി ജയചന്ദ്രൻ എങ്ങനെ എത്തി എന്ന വിമർശനമാണ് ഇപ്പോൾ ബി.ജെ.പി. ഹാൻഡിലുകൾ അടക്കം ഉയർത്തുന്നത്. ഹാഷ്മി, ഓക്കെ. സൂരജ് സജിയാണ് ആനപരിപാലനവുമായി ബന്ധപ്പെട്ട ജയചന്ദ്രന്റെ ഹർജി ഉയർത്തിക്കാട്ടിയുള്ള വിമർശനത്തിന്റെ വിവരങ്ങൾ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.